നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ പോരാട്ട ചൂടിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിൽ ഇടതുമുന്നണി, ബി.ജെ.പി, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ നിലമ്പൂരിലെ മത്സര രംഗം ചൂടേറിയിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് പ്രകടനമായാണ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിന് പിന്നാലെ പി.വി. അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പ്രകടനമായി എത്തിയാണ് അൻവർ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ബി.ജെ.പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഉച്ചയ്ക്ക് ശേഷം പത്രിക സമർപ്പിച്ചു. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുതിയ മുന്നണിയുമായി പി.വി. അൻവർ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ കീഴിലാകും നിലമ്പൂരിൽ മത്സരിക്കുകയെന്ന് പി.വി. അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതിനാൽ തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിനൊപ്പം സ്വതന്ത്ര ചിഹ്നത്തിനും അപേക്ഷിച്ചിട്ടുണ്ട്. തൃണമൂലിന്റെ ചിഹ്നം തള്ളിയ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും പി.വി. അൻവർ കൂട്ടിച്ചേർത്തു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതെന്നാരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം. അപ്രതീക്ഷിതമായ ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചതിൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്നാരോപിച്ചായിരുന്നു പ്രധാന അധ്യാപികയുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നത്. തൽസ്ഥിതി തുടരാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടാനാണ് ഇനി കോൺഗ്രസിന്റെ അടുത്ത പണിയെന്ന് പി.വി. അൻവർ. രാഹുലിനെ വലിച്ച് താഴെയിടാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് അദ്ദേഹം കളവ് പറയുന്നതെന്നും അൻവർ പറഞ്ഞു. അൻവർ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി എന്നാണ് ആരോ പറഞ്ഞത്. താൻ വിളിച്ചു വരുത്തിയതോ ഒളിച്ചു വന്നതോ അല്ല. രാഹുലിന്റെ സൗഹൃദത്തിന് പുറത്ത് വിളിക്കുകയും അങ്ങനെ രാഹുൽ തന്നെ സന്ദർശിക്കുകയുമായിരുന്നു എന്നാണ് അൻവർ വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ അവസരമൊരുങ്ങുന്നു. വെള്ള, നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ അവസരം ഒരുങ്ങുന്നത്. ഇതിനായി ഇന്നു മുതൽ ഈ മാസം 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ്. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമുള്ള കേസിൽ മഹിളാ കോടതിയുടേതാണ് ഈ ഉത്തരവ്. പ്രതിക്കെതിരെ 11 കുറ്റങ്ങൾ സംശയാതീതമായി തെളിഞ്ഞതായും ഇയാളെ 30 വർഷം കഴിയാതെ പുറത്തു വിടരുതെന്നും ജഡ്ജി എം രാജലക്ഷ്മി വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് ഹൈക്കോടതി. ട്രാൻസ് ദമ്പതികളായ കോഴിക്കോട് സ്വദേശികളായ സഹദും സിയയും നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. ട്രാൻസ് ദമ്പതികളുടെ മക്കളുടെ അപേക്ഷയിൽ അച്ഛൻ, അമ്മ കോളങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ AD ക്യാമ്പ് ചുമതലയിൽ ചരിത്രത്തിലാദ്യമായി നാവികസേന വനിതാ ഓഫീസർ. ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ യശസ്വി സോളങ്കിയാണ് പേഴ്സണൽ സ്റ്റാഫ് ഓഫീസർ എന്നറിയപ്പെടുന്ന AD ക്യാമ്പ് പദവിയിൽ എത്തിയത്. ഔദ്യോഗിക പ്രോട്ടോകോൾ ഉറപ്പാക്കുക, രാഷ്ട്രപതിയും വിവിധ വിഭാഗങ്ങളും തമ്മിലുള്ള ഏകോപനവും ആശയവിനിമയവും സുഗമമാക്കുക, ജീവനക്കാരുടെ സുഗമമായ ജോലി ക്രമീകരണം എന്നിവയാണ് ADCമാരുടെ ചുമതല. IITകളിലും മറ്റു പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിന് നടക്കുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനായ JEE അഡ്വാൻസ് ഫലം പ്രഖ്യാപിച്ചു. ഡൽഹി മേഖലയിലെ രഞ്ജിത് ഗുപ്തയ്ക്കാണ് 1ാം റാങ്ക്. മെയ് 18 നടന്ന JEE അഡ്വാൻസ് പേപ്പറിന്റെ 1, 2 ഭാഗങ്ങളിൽ ആകെ പരീക്ഷ എഴുതിയ 1,80,422 പേരിൽ 54,378 പേർ യോഗ്യത നേടി. യോഗ്യത നേടിയവരിൽ 9,404 പേർ വനിതകളാണെന്നും അധികൃതർ അറിയിച്ചു. സിക്കിമിലെ ചാറ്റനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് 3 പേർ മരിച്ചു. 6 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായി. ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഹവിൽദാർ ലഖ്വീന്ദർ സിംഗ്, ലാൻസ് നായിക് മുനീർ ഠാക്കൂർ, പോർട്ടർ അഭിഷേക് ലഖാഡ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിസ്സാര പരിക്കുകളോടെ 4 പേരെ രക്ഷപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയിലും കാണാതായ 6 പേരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ പരിശ്രമിക്കുകയാണെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.